എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 14-ാമത്തെ സർഗത്തിലെ 21 മുതൽ 26 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഈ ശ്ലോകങ്ങളിലും അവിടെ വന്നു ചേർന്നിട്ടുള്ളവരായിട്ടുള്ള ബ്രാഹ്മണരുടെ കഴിവുകളെ പറ്റിയിട്ടും അവിടെ ഉപയോഗിക്കുന്ന യൂപങ്ങളെ പറ്റിയിട്ട്, അതായത് മരം ചെത്തിമിനുക്കിയിട്ട് ചെറിയ ഇങ്ങനെ ഒരു എന്താ പറയുക, കുറ്റി പോലെ അടിച്ച് തറച്ചു വയ്ക്കും. അതിനെ യൂപം എന്നാണ് പറയുക. യാഗത്തിന് വേണ്ടിയിട്ടുള്ളതായ കുറ്റി, മരക്കുറ്റി. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെയുള്ള ഏതൊക്കെ തരത്തിലുള്ള യൂപങ്ങളുണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് പറയാൻ പുറപ്പെടുന്നത്. നമുക്ക് ആദ്യം 21-ാമത്തെ ശ്ലോകം നോക്കാം. നാഷഡംഗവിദന്നാസീന്നാവ്രതോ നാബഹുശ്രുത സദസ്യാസ്തസ്യ വൈരാജ്ഞോ നാവാദകുശലോ ദ്വിജ. അവിടെ എല്ലാവരും പണ്ഡിതന്മാരായിരുന്നു. അവിടെ കൂടിച്ചേർന്ന ബ്രാഹ്മണർക്കൊന്നും ഒന്നും അറിയായികയുണ്ടായിരുന്നില്ല. അതാണ് ഇവിടെ പറയണത്. ന അഷഡംഗവിദന്നാസീത്. ഷഡംഗവിത്ത് എന്ന് പറഞ്ഞാൽ ഷഡംഗങ്ങൾ, 6 വേദാംഗങ്ങൾ. അത് അറിയുന്നവൻ ഷഡംഗവിത്ത്, അതറിയാത്തവൻ അഷഡംഗവിത്ത്. അപ്പോൾ ന എന്ന് പറഞ്ഞാലോ അഷഡംഗവിത്ത് ന ആസീത് എന്ന് പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ്. അതായത് ഷഡംഗവിത്തുക്കളായിരുന്നു എല്ലാവർക്കും വേദങ്ങളും വേദാംഗങ്ങളും നല്ലവണ്ണം അറിയാമായിരുന്നു. 2-3 തവണ വളച്ചൊടിച്ചാണ് പറയണത്. അതുപോലെ അവ്രതോ ന അബഹുശ്രുത. ബ്രാഹ്മണരെ പറ്റിയിട്ട് പറയുകയാണ്. ഇങ്ങനെയുള്ള ദ്വിജന്മാർ അവിടെ ഉണ്ടായിരുന്നില്ല. അവ്രതന്മാർ, പലതരത്തിലുള്ള വ്രതങ്ങളുണ്ടല്ലോ, ഏകാദശി, ചാന്ദ്രായണം, അതുപോലെ തന്നെ ഗ്രഹണങ്ങൾ വരുമ്പോൾ അങ്ങനെയൊക്കെയുള്ള പല സമയത്ത് പല നോൽമ്പുകളും വ്രതങ്ങളും ഒക്കെ ഉണ്ട്. അതൊന്നും എടുക്കാത്തവർ അവിടെ ഉണ്ടായിരുന്നില്ല. അതായത് വ്രതമുള്ളവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും. അവ്രത ന ആസീത് എന്ന് പറഞ്ഞാൽ വ്രതമെടുക്കാത്തവരാരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും വ്രതങ്ങൾ ശീലിക്കുന്നവരായിരുന്നു. ഇനി ന അബഹുശ്രുത. ബഹുശ്രുത എന്ന് പറഞ്ഞാൽ നല്ല വിവരമുള്ളവർ അല്ലെങ്കിൽ വിവരമുള്ളവൻ. അബഹുശ്രുത എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രം അറിയുന്നവൻ, ബഹുവായിട്ടൊന്നും പഠിക്കാത്തവൻ. അങ്ങനെയുള്ളവരും ഉണ്ടായിരുന്നില്ല. ന അബഹുശ്രുത, അതായത് അവിടെ നല്ല വിദ്യാഭ്യാസം, വേദജ്ഞാനമുള്ളവരെ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല സദസ്യാസ്തസ്യ വൈരാജ്ഞോ നാവാദകുശലോ ദ്വിജ. ഇനി ഇത് യാഗം ചെയ്യാൻ വന്നിട്ടുള്ള ബ്രാഹ്മണരുടെ കാര്യമാണ് എന്ന് മാത്രം പറയരുത്. അവിടെ കൂടിയിരിക്കുന്ന ആരും തന്നെ ഇപ്രകാരമായിരുന്നില്ല. എല്ലാവരും നല്ല പണ്ഡിതന്മാരായിരുന്നു. സദസ്യാഹ തസ്യ രാജ്ഞ സദസ്യാഹ. ആ രാജാവിൻ്റെ സദസ്യന്മാരാകട്ടെ, ഈ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ബ്രാഹ്മണരെ കർമ്മങ്ങൾ ചെയ്യുന്ന ഋത്വിക്കുകൾ, അവരെല്ലാവരും വളരെ വലിയ പണ്ഡിതന്മാരായിരുന്നു. കേൾക്കാനിരിക്കുന്നവരും ഒട്ടും മോശമല്ല. അതാണ് തസ്യ രാജ്ഞ സദസ്യാഹ ന കുശലോ ദ്വിജ ആസീത്. വാദകുശലന്മാർ, നന്നായിട്ട് വാദിക്കാൻ, തർക്കിക്കാൻ, വാക്യാർത്ഥ വിചാരമൊക്കെ ചെയ്യാൻ കഴിവുള്ളവർ. അതില്ലാത്തവർ അവാദകുശലന്മാർ, ചർച്ച ചെയ്യാൻ കഴിവില്ലാത്തവർ. അങ്ങനെയുള്ളവരെ ഉണ്ടായിരുന്നില്ല. അതായത് വാദകുശലന്മാർ ധാരാളമായിട്ടുണ്ടായിരുന്നു. ഈ ശ്ലോകത്തിലൊക്കെ അങ്ങനെ തന്നെയാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ കേൾക്കാനിരിക്കുന്നവരും ഒട്ടും മോശക്കാരല്ല. അവിടെ കർമ്മങ്ങൾ ചെയ്യാനിരിക്കുന്ന ബ്രാഹ്മണരും ആരും മോശക്കാരായിരുന്നില്ല എന്നർത്ഥം. ഇനി യൂപങ്ങളെ പറ്റി പറയാണ് 22-ാമത്തെ ശ്ലോകത്തിൽ. പ്രാപ്തേ യൂപോച്ഛ്രയേ തസ്മിൻ ഷഡ്ബൈല്വാ ഖാദിരാസ്തഥാ താവന്തോ ബില്വസഹിതാ പർണിനശ്ച തഥാ പരേ. ആ യാഗം തുടങ്ങണതിൻ്റെ ഒപ്പം ആദ്യം യൂപദാരു, അതായത് യാഗത്തിൻ്റെ ആ മരക്കുറ്റി അഴിച്ച് തറച്ചു വെക്കണം. അതിന് ശേഷമാണ് യാഗക്രിയകളൊക്കെ ആരംഭിക്കുക. അപ്പോൾ അതിൻ്റെ ആ തുടക്ക സമയത്ത് പ്രാപ്തേ യൂപോച്ഛ്രയം ചെയ്യാറായപ്പോൾ യൂപദാരു, യൂപദാരു എന്നൊക്കെ നമ്മൾ വ്യാകരണശാസ്ത്ര പ്രകാരം പഠിച്ചിട്ടുണ്ട്. യൂപത്തിന് വേണ്ടിയുള്ളതായ ദാരു, മരക്കുറ്റി. ആ മരക്കുറ്റി അടിച്ച് തറയ്ക്കാറായി, അതായത് യാഗം തുടങ്ങായി. ആ സമയത്ത് ഷഡ് ബൈല്വാഹ, ആ യൂപങ്ങൾ എന്തുകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നത്? 6 ബൈല്വം എന്ന് പറഞ്ഞാൽ വില്വം കൊണ്ടുണ്ടാക്കുന്നതാണ് വൈല്വം അഥവാ ബൈല്വം. അതായത് കൂവളത്തിൻ്റെ 6 യൂപങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതേപോലെ തന്നെ 6 ഖാദിരം എന്നുള്ളത് കൊണ്ട് കരിങ്ങാലി എന്നാണ് അർത്ഥമാക്കുന്നത്. കരിങ്ങാലി കൊണ്ടും 6 രൂപങ്ങൾ ഉണ്ടായിരുന്നു.
അതുപോലെ തന്നെ ഈ ബില്വ യൂപങ്ങൾക്കൊപ്പം മറ്റെന്താണ് ഉണ്ടായിരുന്നത്? താവന്തോ ബില്വസഹിതാഹ പർണിനശ്ച. ബില്വസഹിതാഹ, ബില്വം ഈ കൂവളത്തിൻ്റെ യൂപങ്ങൾ എവിടെ ഇരിക്കുന്നോ അതിന് തൊട്ടടുത്ത് തന്നെ പർണിനശ്ച തഥാ പരേ പർണിനശ്ച ആസൻ. താവന്തോ അത്ര തന്നെ എണ്ണം, അതായത് 6 എണ്ണം, 6 പർണികൾ എന്നുള്ളത് കൊണ്ട് പ്ലാശാണെന്നാണ് അർത്ഥം പറയണത്. പ്ലാശിൻ്റെ ദാരുക്കളും അവിടെ നാട്ടിയിരുന്നു. അപ്പോൾ മൊത്തം ഏതൊക്കെ വിധം ദാരുക്കളായി? കൂവളം കൊണ്ടുണ്ടാക്കിയതായ 6 എണ്ണം, അതുപോലെ തന്നെ കരിങ്ങാലി ഖാദിരം കൊണ്ടുണ്ടാക്കിയതായിട്ടുള്ള 6 എണ്ണം, അത്ര തന്നെ ഈ പ്ലാശ് കൊണ്ടുണ്ടാക്കിയതായ യൂപങ്ങൾ. അങ്ങനെ ഏതാണ്ട് 10, 18, 20 യൂപങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നർത്ഥം. അതിനുശേഷം വേറെ ചില വൃക്ഷങ്ങൾ, ഏത് വൃക്ഷമാണെന്ന് മനസ്സിലായിട്ടില്ല. നമുക്ക് ആദ്യം ശ്ലോകം ചൊല്ലാം. ശ്ലേഷ്മാതകമയോദിഷ്ടോ ദേവദാരുമയസ്തഥാ ദ്വാവേവ തത്ര വിഹിതൗ ബഹുവ്യസ്തപരിഗ്രഹൗ. ഇവിടെ 2 വൃക്ഷങ്ങളുടെ കാര്യം കൂടി പറയുന്നുണ്ട്. ഒന്ന് ശ്ലേഷ്മാതകം, അത് ഏത് മരമാണെന്ന് അറിയില്ല. ഇങ്ങനെ ശ്ലേഷ്മാതക മരങ്ങളുള്ളതായ കാടിനെ പറ്റിയിട്ടൊക്കെ രാമായണത്തിലൊക്കെ വേറെ പറയുന്നുണ്ട്. അത് ഏത് മരമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. വേറെ ഏതെങ്കിലും പുസ്തകങ്ങൾ, ഏതെങ്കിലും പര്യായ ഗ്രന്ഥങ്ങൾ, അമരകോശം പോലെയുള്ളതിലൊക്കെ വേണമെങ്കിലൊന്ന് നോക്കിയിട്ട് ഞാൻ പിന്നീട് പറയാം. ഇപ്പം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയുള്ള മരങ്ങളുടെ യൂപങ്ങൾ ആവശ്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദേവദാരു കൊണ്ടും ഒരു 1-2 യൂപങ്ങൾ ഉണ്ടാക്കണമായിരുന്നു. 2 എണ്ണേ വേണ്ടു. അതായത് ശ്ലേഷ്മാതകം കൊണ്ട് 2 എണ്ണം, ദേവദാരു കൊണ്ടും 2 എണ്ണം, അങ്ങനെ 2 യൂപങ്ങൾ കൂടി ആകെ കൂടി 4 എണ്ണം. ഈ 4 യൂപങ്ങൾ കൂടി അവിടെ തറക്കേണ്ടതായിട്ടുണ്ടായിരുന്നു 6 അടി വ്യത്യാസത്തിൽ. അവ തമ്മിലുള്ള അകലം 6 അടി വേണം എന്നാണ്. തത്ര വിഹിതവും ബാഹുവ്യസ്ത പരിഗ്രഹവും. ബാഹുവ്യസ്ത പരിഗ്രഹവും എന്നുള്ളതിൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് 6 അടി അകലം ഈ വൃക്ഷങ്ങളുടെ യൂപങ്ങൾ തമ്മിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അങ്ങനെ അവ കൂടി അവിടെ തറക്കുകയുണ്ടായി യൂപങ്ങളായിട്ട്. ഇതിൽ വ്യാഖ്യാനത്തിൽ ചിലതിൽ സ്തംഭങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു യാഗത്തിന് സ്തംഭങ്ങളുടെ ആവശ്യമൊന്നും കേട്ടിട്ടില്ല. യൂപങ്ങളാണ് ധാരാളമായിട്ട് ഇവയ്ക്ക് ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ടാണ് യൂപമെന്ന് എടുത്തു പറഞ്ഞത്. അതിനുശേഷം നമുക്ക് 24-ാമത്തെ ശ്ലോകം നോക്കാം. കാരിതാ സർവൈതേ ശാസ്ത്രജ്ഞൈർയജ്ഞകോവിദൈ ശോഭാർത്ഥം തസ്യ യജ്ഞസ്യ കാഞ്ചനാലങ്കൃതാ ഭവൻ. കാരിതാ സർവൈതേ ശാസ്ത്രജ്ഞൈ യജ്ഞകോവിദൈ. ഈ കാര്യങ്ങളൊക്കെ ചെയ്തതാരാണ്? ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള യജ്ഞകോവിദന്മാർ. ശാസ്ത്രജ്ഞൈ യജ്ഞകോവിദൈ ഏതേ സർവയേവ കാരിതാഹ. നല്ലവണ്ണം വിധിപ്രകാരം എല്ലാം പഠിച്ചിട്ടുള്ളവരായിട്ടുള്ള യജ്ഞകോവിദന്മാരാൽ ഈ പറഞ്ഞ കർമ്മങ്ങളൊക്കെ ചെയ്യപ്പെട്ടു. യൂപങ്ങളൊക്കെ അടിച്ച് തറച്ചു വയ്ക്കപ്പെട്ടു. ഇനി ഇങ്ങനെ യൂപങ്ങൾ മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ എന്തുണ്ടായിരുന്നു? ശോഭാർത്ഥം തസ്യ യജ്ഞസ്യ കാഞ്ചനാലങ്കൃതാ ഭവൻ. ആ യജ്ഞത്തിന് സൗന്ദര്യം കൂടാൻ വേണ്ടിയിട്ട് ധാരാളം ഇങ്ങനെ യൂപങ്ങൾ തറച്ചു വെച്ചത് കൊണ്ട് അവ കൊണ്ടൊരു ഭംഗി പോരായ്മ വേണ്ട എന്ന് വിചാരിച്ചിട്ട് അതിനെയൊക്കെ സ്വർണ്ണവർണ്ണം കൊണ്ട് അലങ്കരിച്ചു. അതാണ് കാഞ്ചന അലങ്കൃതാഹ. കാഞ്ചനം കൊണ്ട്, അതായത് സ്വർണം കൊണ്ട് എന്നും പറയുന്നുണ്ട്, അല്ലെങ്കിൽ സ്വർണ്ണ നിറമുള്ള വസ്തുക്കളെ കൊണ്ട് ആ യൂപങ്ങളൊക്കെ അലങ്കരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ യാഗത്തിൻ്റെ സൗന്ദര്യം ഒന്നുകൂടി വർദ്ധിച്ചു. അതാണ് ശോഭാർത്ഥം. ശോഭയ്ക്ക് വേണ്ടിയിട്ട്, അതിന് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല, സൗന്ദര്യവൽക്കരണം. അതിനു വേണ്ടിയിട്ട് കുറേ സ്വർണ്ണമയങ്ങളായിട്ടുള്ള അലങ്കാരങ്ങളും യൂപത്തിൽ ചാർത്തി. 25-ാമത്തെ ശ്ലോകം നോക്കാം. ഏകവിംശതിയൂപാസ്തേ ഏകവിംശത്യരത്നയ വാസോഭിരേകവിംശദ്ഭിരേകൈകം സമലങ്കൃതാഃ. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടത് ഏതാണ്ട് 18 യൂപങ്ങളാണ്. അതല്ല 21 എണ്ണം ഉണ്ടെന്ന് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. ഏകവിംശതി യൂപങ്ങൾ, 21 യൂപങ്ങൾ, അതുപോലെ തന്നെ 21 മുഴം വീതി അല്ലെങ്കിൽ നീളം ഒക്കെ ആയിട്ട് നിൽക്കുന്നവ, നല്ല ഉയരത്തിലും വീതിയിലുമൊക്കെ നിൽക്കുന്നതായിട്ടുള്ള 21 യൂപങ്ങൾ. അവയെയൊക്കെ സ്വർണം കൊണ്ട് അലങ്കരിക്കുക മാത്രമല്ല, വസ്ത്രങ്ങൾ ചുറ്റി അതിന്
ഒരു വിവിധ നിറത്തിലുള്ള യൂപങ്ങളാക്കി തീർക്കുകയും ചെയ്തു. വാസോഭിരേകവിംശദ്ഭി, അങ്ങനെ 21 വസ്ത്രങ്ങളെ കൊണ്ട് ഈ 21 യൂപങ്ങളും അലങ്കരിക്കുകയുണ്ടായി. അപ്പോൾ അതൊരു ഭംഗിയാണ്. അതായത് വസ്ത്രങ്ങളെ കൊണ്ടിങ്ങനെ വിന്യസിക്കുമ്പോൾ ദൂരെ നിന്ന് കാണുമ്പോൾ വളരെ ഭംഗിയായിട്ടുള്ള ഏറ്റവും വലിയൊരു അലങ്കാരമായിട്ടത് കാണാൻ പറ്റുമായിരുന്നു. നമുക്ക് 26ാമത്തെ ശ്ലോകം കൂടി നോക്കാം. വിന്യസ്ത വിധിവത് സർവേ ശില്പിഭിः സുകൃതാ ദൃഢാ അഷ്ടാശ്രയ സർവയേവ ശ്ലക്ഷ്ണരൂപസമന്വിത. ഇതൊക്കെ ചെയ്തത് നല്ല അറിവുള്ളവരായിരുന്നു എന്ന് ആദ്യം പറഞ്ഞു. പ്രത്യേകിച്ച് ശില്പികളായിരുന്നു. വിന്യസ്ത വിധിവത് സർവേ, ഈ പറഞ്ഞ രൂപങ്ങളൊക്കെ വിന്യസിച്ചത് വിധിപ്രകാരമായിരുന്നു, മന്ത്രങ്ങളോട് കൂടിയായിരുന്നു. അത് ഭംഗിയാക്കിയത് ശില്പികളായിരുന്നു. ശില്പിഭി സുഹൃതാഹ ദൃഢാഹ, അവയെ ഉറപ്പിച്ച് മണ്ണിൽ തറപ്പിച്ച് നിർത്തിയത് ശില്പികളായിരുന്നു. ഒരനക്കവും തട്ടാതെ യാഗം കഴിയുന്നവരെയോ അതിനുശേഷമോ ഒക്കെ അവിടെ അനങ്ങാതെ നിൽക്കാൻ തക്കവണ്ണമുള്ള രൂപങ്ങൾ തറച്ചു വച്ചത് ശില്പികളായിരുന്നു. മാത്രമല്ല അവയെ അഷ്ടാശ്രയ സർവയേവ ശ്ലക്ഷ്ണരൂപ സമന്വിതാഹ, നന്നായിട്ട് ഉരച്ച് മിനുസപ്പെടുത്തിയിട്ട് അത് തൊടുന്നവർക്കൊന്നും വലിയ വേദനകളോ മുറിവോ ഒന്നും വരാത്ത വിധത്തിൽ നന്നായി ഭംഗിയാക്കിയിട്ടാണ് അവ ഉറപ്പിച്ചു വച്ചത്. ഇവിടെ അതിനുവേണ്ടി പറയുന്ന വാക്കാണ് അഷ്ടാശ്രയ ശ്ലക്ഷ്ണരൂപ സമന്വിതാഹ, 8 കോണുകളോട് കൂടിയത് എന്ന് പറയുന്നു. അതെങ്ങനെയാണ് എന്നുള്ളത്, ഈ രൂപങ്ങളെ എങ്ങനെയാണ് 8 കോണുകളോട് കൂടിയതാക്കിയതെന്നറിയില്ല. അതും കൊത്തി ചില അലങ്കാരങ്ങൾ അതിൽ വെച്ചതാവാം. 8 കോണുകളുള്ള ചില ശില്പ ചാരുതകൾ അതിൽ ചേർത്തതാവാം. അങ്ങനെയുള്ള 21 ദാരുക്കൾ അലങ്കാരങ്ങളോടുകൂടി ഒട്ടും ആർക്കും തൊട്ടാൽ ഒരു മുറിവും പറ്റാത്തതായ മിനുസപ്പെടുത്തിയിട്ട്, മരങ്ങൾക്കാവുമ്പോൾ ചിലപ്പോൾ അത് വേണ്ടതുപോലെ ചെത്തി മിനുക്കി വച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ നാരുകളും ആരുകളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ പിടിക്കുമ്പോൾ അവരുടെ കയ്യിൽ കയറും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് ചെത്തി മിനുക്കിയിട്ടുള്ള രൂപങ്ങളാണ് അവിടെ ശില്പികൾ നാട്ടിയത് എന്നാണ് പറയണത്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. നാഷഡംഗവിദന്നാസീന്നവ്രതോ നാബഹുശ്രുതാഃ സദസ്യാസ്തസ്യ വൈരാജ്ഞോ നാവാദകുശലോ ദ്വിജഃ പ്രാപ്തേ യൂപോച്ഛ്രയേ തസ്മിൻ ഷഡ്ബൈല്വാ ഖാദിരാസ്തഥാ താവന്തോ ബില്വസഹിതാഃ പർണിനശ്ച തഥാ പരേ ശ്ലേഷ്മാതകമയോ ദിഷ്ടോ ദേവദാരുമയസ്തഥാ ദ്വാവേവ തത്ര വിഹിതൗ ബഹുവ്യസ്തപരിഗ്രഹൗ കാരിതാ സർവയേവൈതേ ശാസ്ത്രജ്ഞൈർയജ്ഞഗോവിദൈഃ ശോഭാർത്ഥം തസ്യ യജ്ഞസ്യ കാഞ്ചനാലങ്കൃതാ ഭവൻ ഏകവിംശതിയൂപാസ്തേ ഏകവിംശത്യരത്നയ വാസോഭിരേകവിംശദ്ഭിരേകൈകം സമലംകൃതം വിന്യസ്തം വിധിവത് സർവേ ശില്പിഭിः സുകൃതാ ദൃഢാ അഷ്ടാശ്രയ സർവയേവ ശ്ലക്ഷ്ണരൂപസമന്വിതാ. ബാക്കി വിഷയങ്ങൾ അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. വളരെ വിസ്തരിച്ചിട്ടുള്ള യാഗത്തിനുള്ള പുറപ്പാടാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.